വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി ബെറി സ്മൂത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്മൂത്തി. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് സ്ട്രോബെറീസ് ആണ്, കൂടാതെ ബനാനാസ്, ഓട്സ്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ബെറി സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഈ ബെറി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബെറീസാണ്. ഞാനിവിടെ വലിയ ഒരു 5 സ്ട്രോബെറി എടുത്തേക്കുന്നത്. ഇത് ഒരാൾക്കുള്ള പോർഷനാണ്. സ്ട്രോബെറീസ് നമുക്ക് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്യാം. സ്ട്രോബെറീസിൽ ധാരാളം വിറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമുള്ള ഒരു ബെറിയാണ്. ബ്ലെൻഡറിലേക്ക് ഈ സ്ട്രോബെറീസ് ആദ്യം ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഷുഗർ ചേർക്കുന്നില്ല. അപ്പം മധുരത്തിനും ഒരു തിക്നെസ് കിട്ടാനായിട്ടും ബനാന. ബനാനാസ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേങ്കിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു സീഡാണ്. കൂടാതെ കൊളസ്ട്രോളിനെയൊക്കെ ലോ ചെയ്യുമെന്ന് പറയും, കൊളസ്ട്രോൾ ലെവലിലൊക്കെ താക്കുമെന്ന് പറയും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും, കടിക്കാനായിട്ട് ചെറുതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓട്സ് ചേർക്കുന്നുണ്ട്. ഇവിടെ എടുത്തേക്കുന്ന 3 ടേബിൾ സ്പൂൺ ഓട്സ് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക, അതിന് ശേഷം ഉപയോഗിക്കുക. കൂടാതെ ഒരു 6-7 ക്രാൻബെറീസ്, ഡ്രൈഡ് ക്രാൻബെറിയാണ്. ക്രാൻബെറീസ് കിട്ടും. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് റേസിൻസോ ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാല്, കോക്കനട്ട് മിൽക്കാണ്. നോർമൽ മിൽക്കല്ല, കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്കോ ബദാം മിൽക്കോ സോയ മിൽക്ക് അങ്ങനെയുള്ള പാലുകൾ ഉപയോഗിക്കാം. അത് ഒരു 1/2 കപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ സ്ട്രോബെറി ഭയങ്കര പുളിയൊക്കെ ഉള്ളതാണ്, നമ്മൾ കുറച്ച് ഹണി കൂടെ ചേർക്കേണ്ടി വരും. ഇല്ല എങ്കിൽ നോർമൽ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എനഫ് ആയിരിക്കും കേട്ടോ. മധുരം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കണക്കിന് പെർഫെക്റ്റ് മധുരമുണ്ട്, അപ്പോൾ ഹണി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബെറി സ്മൂത്തി ഗ്ലാസ്സിൽ ഒഴിച്ചു. ഇനി ഗാർണിഷ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ സ്ട്രോബെറി കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ഫൈൻ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്ത് അകത്തേക്ക് ഇടാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബെറി സ്മൂത്തി നമ്മൾ ഫിനിഷ് ചെയ്തു. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു സ്മൂത്തിയാണ്. ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓൾട്ടർനേറ്റീവാണ് ഈ ബെറി സ്മൂത്തി. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.